ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ബർത്തലോമിയായുടെയും വിശുദ്ധ വിൻസെൻസായുടെയും തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ ഇന്നേ ദിനത്തിൽ അവരുടെ അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എനിക്കൊരു വിശുദ്ധയാകണം, വലിയൊരു വിശുദ്ധയാകണം, എത്രയും വേഗത്തിൽ ഒരു വിശുദ്ധയാകണം എന്ന തീവ്രമായ ആഗ്രഹം വിശുദ്ധ ബർത്തലോമിയായിൽ ഒരു തീപ്പന്തം പോലെ കത്തിജ്വലിച്ചു. കുടുംബത്തിലെ കലുഷിതമായ അന്തരീക്ഷത്തിലും ബോർഡിംഗ് സ്കൂളിലെ വേദനകൾ നിറഞ്ഞ അനുഭവങ്ങളിലും അവൾ ദൈവസ്വരത്തിന് കാതോർത്തു. പുതിയ സന്യാസ സഭ രൂപീകരിക്കേണ്ട പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലും അവൾ തന്നെ വിളിച്ച നാഥനിലുള്ള വിശ്വാസം പ്രകടമാക്കി. തന്നിലൂടെ ദൈവം ആരംഭിച്ച ദൗത്യം പൂർത്തീകരിക്കാനാകാതെ തന്റെ 26-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവൾ തന്റെ അചഞ്ചലമായ വിശ്വാസം ഏറ്റുപറഞ്ഞു. പിതാവേ, എന്റെ ഹിതമല്ല, അങ്ങേ ഹിതം നിറവേറട്ടെ. അതെ, വിശ്വാസം എന്നത് പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും മുൻപിൽ ദൈവം തന്റെ വിജയകരമായ വലതുകരം കൊണ്ട് നമ്മെ വഴി നടത്തും എന്ന ഉത്തമമായ ബോധ്യമാണ്. True faith is the ability to see the certainty of God in the uncertainties of life എന്ന വലിയ പാഠം വിശുദ്ധ ബർത്തലോമിയ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വിൻസെൻസ നിശബ്ദമായ സമർപ്പണത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകം. തന്നേക്കാൾ പ്രായം കുറവായ ബർത്തലോമിയയിലൂടെ വെളിപ്പെട്ട ദൈവിക പദ്ധതിക്ക് മുന്നിൽ സ്വയം സമർപ്പിച്ചവൾ, പാവങ്ങളോടും പരിത്യക്തരോടുമുള്ള തീവ്രമായ സ്നേഹത്താൽ കത്തിയെരിഞ്ഞവൾ, സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കി തന്റെ പ്രിയ സഹോദരി ബർത്തലോമിയ വിട പറഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതിയിടത്തു നിന്ന് ദൈവത്തിന്റെ സ്വപ്നത്തിന് ചിറകു നൽകിയവൾ, അവ്യക്തതയുടെയും ശൂന്യതയുടെയും നടുവിലും ദൈവം നമ്മെ വഴി നടത്തും എന്ന ബോധ്യത്തോടെ ഒരു കുഞ്ഞു കണക്കെ ദൈവത്തിന്റെ മാറിൽ ചേർന്ന് തന്റെ ദൗത്യം പൂർത്തിയാക്കിയ വിശുദ്ധ വിൻസെൻസ വിശ്വാസത്തിന്റെ തേരിലേറി ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇരുവരും അനുദിനം ഈശോയോട് ചേർന്ന് നിന്ന് തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിച്ചവരാണ്. ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുന്നിലും സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തും എന്ന ഉത്തമമായ ബോധ്യം അവർക്ക് ശക്തി പകർന്നു. പ്രിയമുള്ളവരെ, ജീവിത പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ശൂന്യതയും നമ്മെ ഭയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ബർത്തലോമിയായെയും വിശുദ്ധ വിൻസെൻസായെയും പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ഈശോയുടെ കരം പിടിച്ച് വിശ്വാസത്തിന്റെ ദീപശിഖ ഏന്തി നമുക്ക് യാത്ര തുടരാം. വിളിച്ച നാഥൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും പച്ചയായ പുൽത്തകിടിയിലേക്കും നിശ്ചലമായ ജലാശയത്തിലേക്കും നമ്മെ നിരന്തരം നയിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈശോ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.